ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് ആൽപൈൻ വില്ലേജ് ആയ മൗണ്ട് ഹോത്തം സ്നോ റിസോർട്ടിൽ മഞ്ഞ് കളിക്കാൻ പോയ കഥയാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. നമ്മുടെ കൂടെ പേർത്ത് നിന്ന് ഫൈസൽ മാമയും മെൽബണിൽ നിന്ന് എൻ്റെ കുഞ്ഞനുജൻ സമതും നമ്മുടെ ക്ലോസ് ഫ്രണ്ട് വിമലും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. തലേ ദിവസം പേർത്തിൽ നിന്ന് പറന്നിറങ്ങിയ ഫൈസൽ മാമാനെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് വീടെത്തി ഇത്തിരി നേരം ഉറങ്ങി പുലർച്ചെ തന്നെ ഞങ്ങൾ നമ്മളെ ട്രിപ്പ് തുടങ്ങി. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഫൈസൽ മാമ പ്രത്യേക കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് കാപ്പിയാടാ? കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ പാട്ടും പാടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരം പരവരാ പുലർന്നു വന്നു. ഇതുപോലത്തെ ലോങ് ഡ്രൈവുകളൊക്കെ പുലർച്ചെ ഇറങ്ങി കോടമഞ്ഞും കണ്ടു പോണതാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഏഴുമണിക്കൂർ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉള്ളത് കാരണം ഇടയിൽ വെച്ച് ഫൈസൽ മാമക്ക് വളയം കൈമാറി. ഫിദാക്ക് ഫ്രണ്ടിലിരിക്കണമെന്ന് വാശി പിടിച്ച കാരണം അവസാനം ഉണ്ണിയേട്ടനെ പിന്നിലേക്ക് തട്ടി. പിന്നിലിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, തല ഡിസി ആയ മാതിരി തോന്നും. അവസാനം ഓബറിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതിന് ശേഷം ഛർദ്ദിക്കാൻ വരുമെന്നാണ് പറഞ്ഞ് ഉണ്ണിയേട്ടൻ പിന്നീട് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അപ്പോഴേക്കും നമ്മൾ ആൽപൈൻ റീജിയൻ എത്തിയിട്ടുണ്ടായിരുന്നു. പച്ചപ്പും ഹരിതാപ്പൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് പോകുമ്പോഴേക്കും നമ്മുടെ റിസോർട്ടെത്തി. മൗണ്ട് ബഫലോയിലുള്ള ഒരു ചെറിയ റിസോർട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. അവിടെ ഒരു 6-7 പേർക്ക് താമസിക്കാൻ പറ്റിയ ഒരു കൊച്ചു ക്യാബിന് നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്തിയ ഉടനെ തന്നെ നമ്മൾ ലഞ്ച് ടൈം ആയത് കാരണം വീട്ടിൽ നിന്ന് കൊടുന്ന നെയ്ച്ചോറും ബീഫൊക്കെ ഒന്ന് ചൂടാക്കി അടിച്ച് പൊളിച്ചു. ശേഷം നമ്മൾ നടക്കാനായിട്ട് റിസോർട്ടിൻ്റെ പുറകിലൊരു ക്രീക്ക് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടു. മൗണ്ട് ബഫലോന്ന് ഒഴുകി വരുന്നൊരു ചെറിയ ക്രീക്കാണത്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഫോളോയിങ് ഡേ ആണ് ഞങ്ങൾക്ക് സ്നോ റിസോർട്ട് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോ കാണാൻ വേണ്ടി പേർത്തിൽ നിന്ന് ഫ്ലൈ ചെയ്ത് വന്ന ഫൈസൽ മാമാൻ്റെ പൂതി മാറ്റി കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള മൗണ്ട് ബഫലോയുടെ ഒരു ഷോർട്ട് ട്രിപ്പ് പോയി. ആ വീക്കെൻഡ് സ്നോഫോൾ ഇല്ലാത്തത് കാരണം പീക്കിൽ മാത്രമേ കുറച്ച് സ്നോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഫൈസലിനെ ആഹ്ലാദഭരിതനാക്കാൻ വേണ്ടി അത് ധാരാളമായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലോട്ട് തിരിച്ചു വിട്ടു. അവിടെ എത്തിയപ്പോഴേക്കും മെൽബൺ ടീംസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് ഇൻ്റർവെല്ലിന് ശേഷം സമദിനെയും റീമേനെയും കാണുന്നത് കാരണം ഒരു മച്ച് അവൈറ്റഡ് ഫാമിലി കാച്ചപ്പ് കൂടിയായിരുന്നു ഈ ട്രിപ്പ്. ഡിന്നറും കഴിച്ച് വർത്താനം പറഞ്ഞ് അടുത്ത ദിവസം സ്നോ റിസോർട്ട് കാണാൻ വേണ്ടി നമ്മൾ നേരെ ഉറങ്ങാൻ പോയി. ഇവരുടെ കൂടെ ബങ്ക് ബെഡ് കിടക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം എമീനെ വളരെ വികാരഭരിതയാക്കിയിരുന്നു.